السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فذكر فما أنت بنعمة ربك بكاهن ولا مجنون. أم يقولون شاعر نتربص به ريب المنون. قل تربصوا فإني معكم من المتربصين. أم تأمرهم أحلامهم بهذا أم هم قوم طاغون. أم يقولون تقوله بل لا يؤمنون. فليأتوا بحديث مثله إن كانوا صادقين. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. സർവാധരണീയരായ സയ്യിദ് ബാഫഖി, മറ്റു വേദിയിലിരിക്കുന്ന പണ്ഡിത മഹത്തുക്കള്, നാട്ടിലെ കാരണവന്മാർ, ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ വേദിയിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഒരു വലിയ മഹാഭാഗ്യമാണ്. മുമ്പൊരിക്കൽ ഈ പള്ളിയിലെ പ്രഭാഷണത്തിൽ വരുമ്പോൾ ഈ പള്ളിയുടെ പണി ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് ഈ പള്ളി ഒറ്റ നോട്ടത്തിൽ കണ്ണിൽപ്പെട്ടപ്പോൾ പഴയ പള്ളിയുടെ സ്ഥാനത്ത് ഒരു പുതിയ പള്ളി സങ്കല്പിച്ച് വരുന്നുണ്ടായിരുന്നെങ്കിലും വിചാരിച്ചതിലേറെ എത്രയോ പതിന്മടങ്ങാണ് യഥാർത്ഥത്തിൽ പള്ളിയുടെ ചുമരുകളിലും മറ്റും സാക്ഷാത്കരിക്കപ്പെട്ട രൂപഭംഗി എന്നത് വലിയ ഒരു യാഥാർത്ഥ്യമാണ്. ഈ പള്ളിയുടെ പുറം ഏതുപോലെ അഴകായിട്ടുണ്ടോ,
ഏതുപോലെ പ്രകാശപൂരിതമായിട്ടുണ്ടോ അതിലേറെ അതിന്റെ അകത്തളം. ഇബാദത്തുകളെ കൊണ്ട് അല്ലാഹു ധന്യമാക്കി ആത്മീയതയുടെ വെളിച്ചം നിറച്ചു തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. പല സ്ഥലങ്ങളിലും തല ഉയർത്തി നിൽക്കുന്ന പള്ളികൾ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ഒരിക്കലും അവിടെ ആത്മീയതയുടെ അവസാനവട്ടം പോലും കാണാൻ പറ്റാത്ത ഒരവസ്ഥ നമ്മൾ സാധാരണ കണ്ടുവരുന്നെങ്കിൽ തീർത്തും മാറണം, അതിൽ നിന്ന് മാറിയേ പറ്റൂ നമ്മുടെ പള്ളി എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രപഞ്ചമഖണ്ഡത്തിന്റെയും വെളിച്ചമാണ് എന്ന് വിശുദ്ധ ഖുർആനാണ് പഠിപ്പിക്കുന്നത്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, പ്രപഞ്ചത്തിന്റെ വെളിച്ചമായ പടച്ചറബ്. ആ പടച്ചറബ് ആത്മീയതയുടെ വെളിച്ചം മനുഷ്യരിൽ ഒരുക്കി വെച്ചിരിക്കുന്നതിന് നല്ല ഒരു ഉദാഹരണം പറയുന്നുണ്ട് സൂറത്തുൽ നൂറിൽ. അത് എല്ലാ ഗുണവിശേഷണവും ഒത്ത ഒരു വിളക്കുമാടം പോലെയാണ് എന്നാണ് അല്ലാഹു അതിനെ വിശേഷിപ്പിച്ചത്. യഥാർത്ഥത്തിൽ സമയദൈർഘ്യവും എന്നെ ചുമതലപ്പെടുത്തപ്പെട്ട വിഷയത്തിന്റെ ആഴവും പരപ്പും കണക്കിലെടുത്ത് ആ ചർച്ചയിലേക്ക് ഞാൻ കടന്നു വരുന്നില്ല. പക്ഷെ ഞാൻ അവിടെ ഒറ്റവാക്കിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാഹു പറഞ്ഞു ആത്മീയതയുടെ വെളിച്ചം, അതിന്റെ വെട്ടം അല്ലാഹു ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത് എത്രമാത്രം ഭംഗിയായിട്ടാണ്. എല്ലാ നിലക്കും തെളിച്ചമുള്ള ഒരു വിളക്കുമാണ്. ആ വിളക്കുമാടത്തിൽ നല്ല പവറുള്ള ഒരു വിളക്ക് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ രൂപത്തിലാണ് ഒരു വിശ്വാസിയുടെ ബോഡി. ആ വിശ്വാസിയുടെ ബോഡിക്കകത്ത് ആ വിളക്കുമാടത്തില് അതാ ഹൃദയമാകുന്ന സ്ഫടികക്കൂട്ടിന് നല്ല ഒരു വിളക്ക് ഇങ്ങനെ കത്തുകയാണ്. അതാണ് നൂറുൽ ഈമാൻ എന്ന് പറയുന്ന സംഗതി, ഈമാനിന്റെ വെളിച്ചം. ആ വിശ്വാസി അവന്റെ ബോഡിയുമായി എങ്ങോട്ട് ഇറങ്ങിച്ചെന്നാലും പള്ളിക്കകത്താണെങ്കിൽ പള്ളിയിലാകെ പ്രഭ പരത്തും, റോഡിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ റോഡിൽ പ്രഭ പരത്തും, അങ്ങാടിയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അവന്റെ ആ പ്രകാശത്തിന്റെ ചെറിയൊരു കണിക അവനെ അഭിമുഖീകരിച്ച എല്ലാവർക്കും കിട്ടും. അതൊക്കെയാണ് ഒരു വിശ്വാസിയുടെ ഗുണവിശേഷം. ഞാൻ പറഞ്ഞു വരുന്നത്, ആ പ്രഭ, ഈമാനിന്റെ പ്രഭ കാണുക. അള്ളാഹു പറഞ്ഞു, പ്രഥമമായി പള്ളികളിലാണ് ആ ഈമാനിന്റെ പ്രകാശം കാണുക. പള്ളികളിൽ മാത്രം അതിനെ ഒതുക്കി പിടിച്ചുകൂടാ. ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ ഭാഷയിൽ ആ പറഞ്ഞത് മുഴുവൻ വീടുകളെ കുറിച്ചുമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് പള്ളിയിൽ മാത്രം പോരാ ഈമാനിന്റെ വെളിച്ചം, വീട്ടിലും വേണം, നാട്ടിലും വേണം, എവിടെ ജീവിക്കുന്നു അവിടെയൊക്കെ ഈമാന്റെ വെളിച്ചം ആവശ്യമാണ്. പക്ഷെ അതില് ഭൂരിഭാഗം മുഫസ്സിറുകളും വിശദീകരിച്ചത് പള്ളിയാണെന്നാണ്. അതെന്തുകൊണ്ട്? പള്ളിയിൽ നൂറുൽ ഈമാന് പ്രകടമാകാത്ത ഒരു വ്യക്തിക്ക് അത് എവിടെയും പ്രകടമാക്കാൻ സാധിക്കില്ല എന്നത് ഒരു പരമയാഥാർത്ഥ്യമാണ്. പള്ളിയിലാകുമ്പോൾ അവിടെയും രാഷ്ട്രീയം പറയുകയും വെടിവട്ടം പറയുകയും അതുപോലെ തന്നെ അനാവശ്യ സംസാരങ്ങളും അനാവശ്യ ജോലികളുമായി മുഴുകുകയാണെങ്കിൽ അവനെ നന്നാക്കാൻ ഈ ലോകത്തൊരാളും നോക്കണ്ട. അത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ബഹുഭൂരിഭാഗം മുഫസ്സിറുകളും പള്ളിയിലേക്ക് അതിനെ വളരെ ഭംഗിയായിട്ട് ഒതുക്കിപ്പിടിച്ചത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ പള്ളിയെ ചുറ്റിപ്പറ്റി ആ ഈമാനിന്റെ വെളിച്ചം നിലനിർത്താൻ എത്ര കണ്ട് നമുക്കാവുമോ അത്രയും നമ്മളത് സാക്ഷാത്കരിക്കണം എന്ന് മാത്രം ഒറ്റവാക്കിൽ ഓർമ്മപ്പെടുത്തി എന്റെ വിഷയ സംബന്ധമായ ചർച്ചയിലേക്കാണ് കടന്നു വരുന്നത്. ഇവിടെ സംസാരിക്കുന്നത്, എന്നെ ചുമതലപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് ഖുർആനിന്റെ അമാനുഷികതയെക്കുറിച്ച് സംസാരിക്കാനാണ്. എന്താണ് ഈ ഖുർആനിന്റെ അമാനുഷികത എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഖുർആൻ മനുഷ്യ ഗ്രന്ഥമല്ല, പൂർണ്ണമായും മനുഷ്യ ഗ്രന്ഥമല്ല ഖുർആൻ എന്ന് സമർത്ഥിക്കുകയാണ് ഈ വിഷയത്തിൽ വേണ്ടത്. ഇത് ഈ രൂപത്തിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടി വരും. അത് പക്ഷേ ഞാൻ മുമ്പിലിരിക്കുന്ന ഒരു 10% ആളുകൾ ആ ചർച്ചകൾ മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയുന്നവരാണെന്ന ബോധമുണ്ട്. അതേസമയം
എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മമാരിൽ നല്ലൊരു വിഭാഗം ആളുകൾ എന്തേപ്പം ഉസ്താദ് പറഞ്ഞത് എന്ന് പറഞ്ഞു പോകുന്ന ഒരവസ്ഥ. ഇതിനെ ഭയപ്പെട്ടുകൊണ്ട് അത്തരം ഒരു ഗാഢമായ ചർച്ചയിലേക്ക് കടന്നു വരാതെ ഖുർആൻ അമാനുഷിക ഗ്രന്ഥമാണെന്ന് ചെറിയ രൂപത്തിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് സംസാരിക്കാം. ഈ ഖുർആനുമായി ജനങ്ങളിലേക്ക് കടന്നു വരുന്നത് 14 നൂറ്റാണ്ട് മുമ്പ് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അഷ്റഫുൽ ഖൽഖിന്റെ ജീവിത രീതി എന്തായിരുന്നു? 40 വയസ്സുവരെ തികഞ്ഞ ഉമ്മയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. എഴുതിയിട്ടില്ല, വായിച്ചിട്ടില്ല, എവിടെയും പോയി വരഞ്ഞു പഠിച്ചിട്ടില്ല, വായിച്ചു പഠിച്ചിട്ടില്ല, ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ ജീവിക്കുന്ന ഒരാള് 40 വയസ്സ് തികയുന്ന സമയത്ത് ഇതാ വളരെ സമ്പൂർണമായ ആശയഗൗരവമുള്ള ആശയഗാംഭീര്യമുള്ള വചനങ്ങളുമായി സമൂഹത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്വാഭാവികമായും ശത്രുക്കളിൽ ഒറ്റയ്ക്ക് ഇരുത്തിക്കളയാൻ വേണ്ടി ഏതൊരു പ്രവാചകന് നേരെയും ഉപയോഗിച്ച ആ പ്രയോഗം ഇവിടെയും പ്രയോഗിക്കാൻ ശത്രുക്കൾ മടിച്ചില്ല. എന്തായിരുന്നു അത്? ഇത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വയം നിർമ്മിച്ച് പറയുകയാണ്. ദൈവത്തിന്റെ പേരിൽ ചാർജ് ചെയ്ത് മുഹമ്മദ് സ്വന്തം വകയായി സംസാരിക്കുകയാണെന്ന് ശത്രുക്കൾ പറയുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബിന് വല്ലാത്തൊരു ക്ഷീണം. എന്താണത്? ആ ക്ഷീണത്തിന് കാരണം എന്താ? പഠിച്ചവനെ, ഞാൻ കള്ളം പറയുകയാണെന്ന് ഇവരൊക്കെ പറയുമ്പോ നാട്ടിലാകെ ഇവര് ഇതിന്റെ പ്രചരണം ഏറ്റെടുത്ത് നടത്തുമ്പോ അള്ളാഹുവേ, നീ എന്നെ ഈ ചുമതല ഏൽപ്പിച്ചതുകൊണ്ടാണല്ലോ ഞാനിതിവരോട് പറയേണ്ടി വന്നത്. ഇത് പറയുന്ന സമയത്ത് ഞാനൊരു കള്ളനായി പോയാൽ അതിൽ വിഷമമുണ്ടല്ലോ എന്ന് പടച്ചറപ്പിനോട് പറയുമ്പോ അള്ളാഹു അതിന് തീരുമാനം കൊടുക്കുകയാണ്. നബിയെ, ആരെന്ത് പറഞ്ഞാലും ശരി, അങ്ങ് പതറരുത് നബിയെ, അങ്ങ് പിന്നോട്ട് പോകരുത്. ഇത് അള്ളാഹുവിന്റെ ആരുറപ്പുള്ള വചനങ്ങളാണെന്ന് ഉറക്ക പ്രഖ്യാപിച്ച് അങ്ങയുടെ ഉത്ബോധനം തുടർന്നുകൊണ്ടിരിക്കുക. ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ കടന്നു വന്നിട്ട് അതാ സൂര്യ സീനയെ പിടിച്ച് സത്യം ചെയ്യുന്നു, സീനാ പർവ്വതത്തെ പിടിച്ച് സത്യം ചെയ്യുന്നു, തൗറാത്ത്, ഇൻജീല്, സബൂറ്, ഫുർഖാനുൽ അമീൻ കഴിഞ്ഞുപോയ വേദഗ്രന്ഥങ്ങളെ മുഴുവനും പിടിച്ച് സത്യം ചെയ്യുന്നു. അവിടെയും ഒതുങ്ങുന്നില്ല. മക്ക എന്ന രാജ്യത്തെ പിടിച്ച ആ രാജ്യത്തിന് അന്തസ്സ് ഉയർത്തിക്കൊടുത്ത പരിശുദ്ധ കഅബയെ പിടിച്ച് സത്യം ചെയ്യുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഭൂമിയിൽ കരയുടെ 3 ഇരട്ടി പരന്നു കിടക്കുന്ന ജലപരപ്പ്, ആ സമുദ്രപരപ്പ് ഒരു പ്രത്യേക പരിധിയിൽ അല്ലാഹു പിടിച്ച് നിയന്ത്രിച്ചിരിക്കുകയാണ്. ആ ബഹറിനെ പിടിച്ച് പടച്ചറപ്പ് സത്യം ചെയ്യുന്നു. ഒരു തൂണുപോലുമില്ലാതെ മേൽക്കൂര കമഴ്ത്തി വെച്ചതുപോലെ ആകാശലോകം കണ്ട് ഇന്നും ശാസ്ത്രജ്ഞന്മാർ അന്തിച്ചു നിൽക്കുകയാണ്. ഇന്നും ശാസ്ത്രത്തിന് വാനലോക നിരീക്ഷകർക്ക് കേവലം 3% മാത്രമാണ് വാനലോകത്തെ കുറിച്ച് അറിയാൻ സാധിച്ചതെന്നാണ്. എന്ത്? ചന്ദ്രനിൽ അമ്പിളിക്കുമ്പിളിൽ വെള്ളമുണ്ടെന്ന് കണ്ടെത്തിയപ്പോഴും നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെത്തിയത് വാനലോകത്തിന്റെ 3% മാത്രമാണ്. 97% അവിടെ ബാക്കി നിൽക്കുകയാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെയല്ലേ വാനലോകം എന്നും നിരീക്ഷകർക്ക് അതൊരു വലിയ സംഭവമായി അവരുടെ മുമ്പിൽ നിലകൊള്ളുള്ളൂ, ഒരു ചോദ്യചിഹ്നമായിട്ട് നിലകൊള്ളുമെന്ന് ഉറപ്പിച്ചതുകൊണ്ട് തന്നെയാണല്ലോ പടച്ചറബ് പറഞ്ഞത്. എന്തേ പറഞ്ഞത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആനിലൂടെ എന്നോടും നിങ്ങളോടും പടച്ചറബ് പറഞ്ഞില്ലേ, കഴിയുമെങ്കിൽ നിങ്ങൾ ആകാശലോകത്തേക്ക് നോക്ക്, എന്റെ അത്ഭുതകരമായ സൃഷ്ടിപ്പാണത്. ആ സൃഷ്ടിയെ നീ വീക്ഷിക്കൂ. അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ സിബാഖ മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്
ഫർജിഇൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ ثم ارجع البصر كرتين ينقلب اليك البصر خاسئا وهو حسير. എത്ര തവണ നോക്കാൻ ഉണ്ടോ? ഒഴുക്കം മട്ടിന് ആകാശം ഒന്ന് നിരീക്ഷിച്ചു നോക്ക എന്ന് പറഞ്ഞേക്കല്ല. ഇത് ആരോടല്ല പറയുന്നത്? ഈ ആകാശ നിരീക്ഷണം നടത്താൻ പറയുന്നത് കേവലം അതേക്കുറിച്ച് ഒരു ABCD അറിയാത്ത ഒരു കർഷകനോടല്ല, അല്ലെങ്കിൽ കേവലം ബഹറിൽ നിന്ന് ആകാശത്തേക്ക് നോക്കി മാത്രം പരിചയമുള്ള ഒരു മുഖുവനോടല്ല, മറിച്ച് ഈ വാനലോക നിരീക്ഷണം വളരെ അത്ഭുതകരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഗോളശാസ്ത്രജ്ഞന്മാരോട് അല്ലാഹു വെല്ലുവിളിക്കുന്നു. കഴിയുമെങ്കിൽ എന്റെ സൃഷ്ടിപ്പിൽ എവിടെയെങ്കിലും ഒരു പോരായ്മയുണ്ടെന്ന്, ഒരു ന്യൂനതയുണ്ടെന്ന് നീ കണ്ടെത്തൂ. ഇതിന്റെ ഭംഗിക്ക്, ആകാശത്തിന്റെ ചാരുതയ്ക്ക് എവിടെയെങ്കിലും ഒരു വിള്ളലുണ്ടെങ്കിൽ നിനക്ക് പറയാവുന്നതാണ്. അത് ഒരു തവണ നോക്കിയിട്ട് കണ്ടില്ലെങ്കിൽ എത്ര തവണ ആവർത്തിച്ച് നിനക്ക് നോക്കാൻ പറ്റോ? നോക്കിക്കോ. ഉറപ്പാണ്, നിന്റെ കണ്ണ് പരാജയമടഞ്ഞ് തിരിഞ്ഞെത്തും എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണിത് 3% കണ്ടെത്തിയിട്ടുള്ളൂ എന്ന് പറയുന്നത്. 90 ബാക്കി കിടക്കുകയാണ്. ഇനിയും കണ്ടെത്താൻ ധാരാളമുണ്ട്. ആ കണ്ടെത്തിയ 3നെ കുറിച്ച് തന്നെ ശാസ്ത്രജ്ഞന്മാർ സംസാരിക്കുമ്പോൾ എന്തൊരു അത്ഭുതങ്ങളാണ്. ആ ആകാശ ലോകത്തെ പിടിച്ച് സത്യം ചെയ്തിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി സംസാരിക്കുകയാണ്. ഇതൊക്കെ പറയേണ്ട, ഞാൻ ആ പറഞ്ഞു വെച്ച വിഷയങ്ങളൊക്കെ പറയേണ്ട. ഞാൻ നോക്കുന്നത് സൂറത്ത് തൂറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്തിലേക്കാണ് കടന്നു വരുന്നത്. അതിന്റെ പശ്ചാത്തലം എന്ന് പറയാം. ഈ 5 വസ്തുക്കളെ പിടിച്ച് സത്യം ചെയ്തു. ആ 5 വസ്തുക്കളെ പിടിച്ച് സത്യം ചെയ്തിട്ട് മഹാത്ഭുതങ്ങളായ 5 വസ്തുക്കളെ പിടിച്ച് സത്യം ചെയ്തിട്ട് അല്ലാഹു പറഞ്ഞതെന്താ? ഇന്ന അദാബ റബ്ബിക ലവാഖിഅ. നബിയേ, നിങ്ങളുടെ രക്ഷിതാവ് പറയുന്ന പരലോക ശിക്ഷ നടക്കാൻ പോകുന്ന കേസാണ്. ഇന്ന അദാബ റബ്ബിക ലവാഖിഅ. ആര് നടക്കരുതെന്ന് കരുതിയാലും, ആര് നടക്കില്ലെന്ന് കരുതിയാലും നടക്കേണ്ടത് നടക്കും നബിയേ. പരലോകം എന്ന ഒന്ന് ഉണ്ടാകാൻ പോകുന്നതാ. ഇന്ന അദാബ റബ്ബിക ലവാഖിഅ. എന്നിട്ട് ആ പരലോക ശിക്ഷയെക്കുറിച്ച് അതിന്റെ ഉറപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം അള്ള പറയുന്നു ഒരു നരകത്തിന്റെ ചിത്രം, അത് കഴിഞ്ഞിട്ട് ഹൃദ്യമായ ഒരു സ്വർഗചിത്രം. ഇതൊക്കെ അങ്ങ് പറയുമ്പോ ഹൃദയമായ സ്വർഗവും ഭീതിതമായ നരകവും ഒക്കെ കേൾക്കുമ്പോ അതാ ഖൗമ് കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവർ കൊച്ചാക്കി ചിരിക്കാൻ തുടങ്ങി. മുഹമ്മദ് റസൂലുള്ളാഹി ഭ്രാന്തനാണെന്ന് പറഞ്ഞു, മുഹമ്മദ് റസൂലുള്ളാഹി കവിയാണെന്ന് പറഞ്ഞു, മുഹമ്മദ് റസൂലുള്ളാഹിയുടെ സ്വന്തം നിർമ്മിതിയാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞു. അതിനൊക്കെ മറുപടി പറഞ്ഞുകൊണ്ട് അല്ലാഹു സംസാരിക്കുകയാണ്. നബിയേ ഫദക്കിർ, എന്തെന്നത് ആരോപണങ്ങൾ കേട്ടാലും അങ്ങ് ഉത്ബോധനം തുടർന്നുകൊണ്ടിരിക്കുക. ഫമാ അൻത ബിനിഅമതി റബ്ബിക ബികാഹിൻ. അങ്ങയുടെ രക്ഷിതാവിന്റെ അനുഗ്രഹത്താൽ നബിയെ തങ്ങളൊരിക്കലും ജ്യോത്സ്യനല്ല. ജ്യോത്സ്യന്മാരുടെ ഒരു സ്വഭാവവും അങ്ങയെ തൊട്ടുതീണ്ടിയിട്ടില്ല എന്നല്ല. ബലാ മജ്നൂൻ, അങ്ങ് ഭ്രാന്തനുമല്ല നബിയേ. അതേ, അങ്ങയെ കുറിച്ച് അം യഖൂലൂന ശാഇറുൻ നതറബ്ബതു ബിഹി റൈബൽ മനൂൻ. ഒരുപാട് കാലം ഭ്രാന്തൻ കവിതകൾ പാടി നടന്ന പലരും ഹലാക്കായി പോയി. അതേ രൂപത്തിൽ ഏതെങ്കിലും ഒരു കാല മുസീബത്ത് നാം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കവിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് നിങ്ങളെപ്പറ്റി പറഞ്ഞോ നബിയേ? ഇവർ മുഹമ്മദ് ഒരു കവിയാണ്. ആ കവിക്ക് നമ്മളൊരു മഹാദുരന്തം, നമ്മുടെ ആരാധ്യരുടെ കുരുത്തക്കേട് കാരണം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അവര് ആവശ്യമില്ലാതെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ആർജവം തകർക്കാൻ വേണ്ടി തട്ടിവിട്ട ഒരു വാക്കായിരുന്നുവെങ്കിൽ അല്ലാഹു പറയുന്നു അതിന് നിങ്ങൾ മറുപടി കൊടുക്കണം. അതിന് മറുപടി കൊടുത്തേ പറ്റൂ. ഖുൽ തറബ്ബസൂ ഫഇന്നീ മഅകും മിനൽ മുതറബ്ബിസീൻ. നിങ്ങൾ കാത്തിരിക്കുകയാണല്ലേ,
എന്നാ കാത്തിരുന്നോളൂ, ഞാനും നിങ്ങളുടെ കൂടെ കാത്തിരിക്കാം. ഖുൽ തറബ്ബസൂ ഫഇന്നീ മഅകും മിനൽ മുതറബ്ബിസീൻ. കാല ദുരന്തങ്ങളിൽപ്പെട്ട് ഞാൻ ഹലാക്കാവുമെന്ന് കാത്തിരിക്കുകയാണല്ലേ നിങ്ങൾ. അങ്ങനെ സംഭവിക്കുന്ന കരുതി മനഃപ്പായസമുണ്ടുകയാണ്. എന്നാൽ ഒന്ന് കരുതിക്കോ, നിങ്ങൾ കാത്തിരുന്നോളൂ, ഞാനും കാത്തിരിക്കാം. ആർക്കാണ് ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നതെന്നൊന്ന് കാണുക. അങ്ങനെയാണ് ബദറുൽ കുബ്രയില് ഈ വലിയ വലിയ കൊമ്പന്മാരൊക്കെ വീണു. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മൃതശരീരങ്ങളുടെ അടുത്ത് ചെന്നിട്ട് മുത്തുനബി ചോദിക്കുകയാണ്, നിങ്ങൾ കാത്തിരുന്നത് കണ്ടോ? ഞാൻ കാത്തിരുന്നത് കണ്ടു. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി കണ്ടോ? നിങ്ങൾ കൃത്യമായിട്ട് അവരോട് ചോദിക്കുകയാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. ഏതാവട്ടെ ഇവിടെ അവരങ്ങനെ ഒരു വെല്ലുവിളി ഉയർത്തിയപ്പോൾ അതിന് മറുപടി പറയാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ പൂർണ്ണമായും ആ വിഷയത്തിൽ ധീരനാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രകടിപ്പിക്കാൻ വേണ്ടി അല്ലാഹു ആവശ്യപ്പെട്ടതാണ്. നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുർആനുമായി കടന്നു വന്ന സമയത്ത് ഖുർആൻ പറയുന്ന മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ അവർ പലതരത്തിലുള്ള ആരോപണങ്ങളെ കൊണ്ട് എഴുതാൻ ശ്രമിച്ചു. അതിൽപ്പെട്ട ഒന്നായിരുന്നു ഇത് മുഹമ്മദ് സ്വന്തം വകയായി തട്ടിവിടുകയാണ് എന്ന് പറഞ്ഞത്. അതാണ് ഇനി അടുത്ത ആയത്തിൽ പറയുന്നത്, അല്ല, ഇതൊക്കെ ഇവരുടെ ബുദ്ധി തന്നെയാണോ ഇങ്ങനെയൊക്കെ പറയാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്? അതോ പരിധി വിട്ട ധിക്കാരം നിറഞ്ഞ ജനതയായി എന്നതോ കാരണം? ഇവര് ധിക്കാരം പിടുത്തം വിട്ട ധിക്കാരികളായി എന്നതാണോ കാരണം? അതോ ഇവർ വലിയ ബുദ്ധിമാന്മാരായതുകൊണ്ട് തന്നെയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പറയും ജ്യോത്സ്യനാണ്. എന്നിട്ട് പിന്നെ അവരെന്നെ തിരുത്തുകയെ ജ്യോത്സ്യന്റെ ഗുണങ്ങളൊന്നും ഇല്ല കേട്ടോ. ജ്യോത്സ്യന്റെ ഒരു ഗുണങ്ങളും എന്ന് പറഞ്ഞാൽ ജ്യോത്സ്യന് കുറെ ദുർഗുണങ്ങളുണ്ട്. അതൊന്നും മുഹമ്മദ് റസൂലുള്ളാഹിയിൽ കാണുന്നില്ല. അപ്പൊ അവർ പറയും മുഹമ്മദിന് ഈ രോഗമൊന്നുമില്ല, ജ്യോത്സ്യനല്ല, കവിയാന്ന് പറയാം. കുറച്ച് കഴിയുമ്പോൾ അവർ പറയും കവിയാണെന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ ഇവർ മാറ്റി 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 ഇങ്ങനെ പറയാം. പെൺഭ്രാന്തനാണെന്ന് പറഞ്ഞു നോക്കി, അങ്ങനെ എന്തെല്ലാം മാറ്റി മാറ്റി പറഞ്ഞു. അവസാനം അവർ ഭ്രാന്തനാണെന്ന് വിശേഷിപ്പിച്ചു. അത് ഞാൻ ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. അവസാനം അവര് ഭ്രാന്തരാണെന്ന് വിശേഷിപ്പിച്ചപ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ പക്ഷത്ത് നിന്നിട്ട് അല്ലാഹു മറുപടി കൊടുത്തു. അത് അവസാന ഭാഗത്ത് ഇൻഷാ അല്ലാഹ് കേൾപ്പിക്കാം. അതിന്റെ മുമ്പ് അല്ലാഹു തആല പറയുന്നത്, ഇങ്ങനെ മാറ്റി മാറ്റി പറയേണ്ട ഒരു ഗതികേട് ഇവർക്കുണ്ടായിപ്പോയല്ലോ. നബിയേ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ഇവരങ്ങയെപ്പറ്റി അതാ എന്തെല്ലാം ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ഒരിക്കൽ പറയും കവിയാണ്, ഒരിക്കൽ പറയും പെൺഭ്രാന്തനാണ്, ഒരിക്കൽ പറയും ഭ്രാന്തനാണ്, ഒരിക്കൽ പറയും ജ്യോത്സ്യനാണ്. എന്തൊക്കെയാണ് നബിയെ നിങ്ങളെപ്പറ്റി ഇവർ പറഞ്ഞത്? തീർച്ചയാണ് ഒരു കാര്യം ഉറപ്പാണ്, ഏത് ഗൗരവമുള്ള ആരോപണങ്ങൾ കൊണ്ടുവന്നാലും ആ ഒരൊറ്റ ആരോപണവും ക്ലച്ച് പിടിക്കാതെ അവർ തകർന്നു പോവുകയായിരുന്നു. ഒന്നുപോലും അവരുദ്ദേശിച്ച ഫലം നേടിയില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞു എല്ലാം തകർന്നുപോയി. അതിൽപ്പെട്ട ശക്തമായ ഒരു ആരോപണമാണ് ഇത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വയം നിർമ്മിച്ചതാണ്. അതുകൊണ്ടാണ് തൊട്ടടുത്തുള്ള ചോദിക്കുന്നത്, അം യഖൂലൂന തഖവ്വല, അതോ ഇവർ പറയുന്നോ നബിയെ തഖവ്വലഹു, നബി തങ്ങൾ ഈ ഖുർആൻ സ്വന്തം വകയായി പറഞ്ഞു എന്ന് പറയുന്നുണ്ടോ? തഖവ്വല എന്ന് പറഞ്ഞാൽ സ്വന്തം വകയായി പറഞ്ഞു. ഈ ഖുർആൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം വകയായി പറഞ്ഞതാണെന്ന് ഇവർ പറയുന്നുണ്ടോ? അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ശരിയല്ല. ബല്ലാ യുമിനൂൻ, അതൊരിക്കലും ശരിയല്ല. പക്ഷേ എന്താണ് അവരുടെ കുഴപ്പം? അവരൊരിക്കലും വിശ്വസിക്കാൻ കൂട്ടാക്കില്ല. അതുകൊണ്ടാണ് ഈ ധിക്കാരികൾ ഇങ്ങനെ പറയാൻ അവരെ പ്രേരിപ്പിച്ചത്. എന്തുകൊണ്ട്? ധാരാളം കാരണങ്ങൾ ഇതിന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1, 2, 3, 4 കാരണങ്ങളല്ല, ധാരാളം കാരണങ്ങൾ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ
ഇത് നിരത്തിക്കൊണ്ട് സംസാരിക്കുന്നു. ഈ വിശുദ്ധ ഖുർആൻ അത് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ് എന്നതിനെ സാക്ഷ്യപ്പെടുത്തുന്ന തെളിവുകൾ വളരെ പ്രധാനമായി ഇത് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന തെളിവുകൾ. ഇത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വന്തം ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയണ്ട, ഒരു മനുഷ്യ ഗ്രന്ഥമേ അല്ല ഇത് മുഹമ്മദ് നബി സ്വന്തം കൊണ്ടുവന്നതാണെന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? ഇതൊരു മനുഷ്യ വചനമേ അല്ല. കാരണം എന്തുകൊണ്ട്? ഖുർആൻ ചോദിക്കുന്നു, എന്നാൽ ഇമ്മട്ടിലൊരു ഗ്രന്ഥം ഇവർ കൊണ്ടുവരട്ടെ. അത് നല്ലൊരു വെല്ലുവിളിയാണ്. 5 തവണ വിശുദ്ധ ഖുർആൻ ഈ വെല്ലുവിളി ആവർത്തിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഇങ്ങനെ ഒഴുക്കം മട്ടനങ്ങ് പറഞ്ഞു പോയിരിക്കല്ല, 5 തവണ ഈ വെല്ലുവിളി വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പല രൂപത്തിലായി, പല ശൈലിയിലായി ആവർത്തിച്ച് 5 തവണ ഈ വെല്ലുവിളി നടത്തി. ഇതേപോലുള്ള ഒരു ഗ്രന്ഥം ഇവർ കൊണ്ടുവരട്ടെ. ഇവർ പറയുന്നത് സത്യമാണെങ്കിൽ ഇത് റസൂലുള്ളാഹി തങ്ങളുടെ സ്വയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വയം നിർമ്മിച്ചതാണെന്ന് പറയുന്നുണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ. ഈ വെല്ലുവിളി ഖുറൈശികളോട് മാത്രമല്ല, ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരാശിയോടുമാണ് ഈ വെല്ലുവിളി. കഴിയുമെങ്കിൽ ഏതു സാഹിത്യകാരനും ഏതു തൂലികയുടെ ഉടമക്കും ഇത് എന്നും സ്വീകരിക്കാം. ഖിയാമത്ത് നാൾ വരെ സ്വീകരിക്കാൻ അവകാശമുണ്ട്, എന്നും സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ ഇന്നുവരെ ഒരു ഉമ്മ പെറ്റ ആൺകുട്ടിയും ഇതിനൊരുങ്ങിയിട്ടില്ല. ഒരൊറ്റ മനുഷ്യന് ഇതിന് തയ്യാറായവരോ മാനം കെട്ടിട്ടുണ്ട്. അതാ സത്യം. തയ്യാറായവർ മാനം കെട്ടിട്ടുണ്ട്. ഖുർആനിനെ പോലെ ഒരു ഗ്രന്ഥം രചിക്കാൻ ലോകത്ത് ഇന്ന് വരെ ആർക്കും സാധിച്ചിട്ടില്ല. അതാ സത്യം. വേണമെങ്കിൽ അന്ന് നടന്ന ചില വികൃതികള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ നടന്ന ചില വികൃതികൾ, മുസൈലിമത്തുൽ കദ്ദാബ് കള്ളപ്രവാചകത്വം വാദിച്ചുകൊണ്ട് വന്നപ്പോ അവൻ സ്വയം ഉണ്ടാക്കിയ ചില ഖുർആനിക വചനങ്ങളാണ്. ഞാൻ വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്റെ പ്രസംഗത്തിന്റെ ഇടയിൽ ഞാൻ കേൾപ്പിക്കുകയും ചെയ്യാം. ഇവിടെ ഇത് പറയുമ്പോ ചില ആളുകൾ എത്രയോ കാലം ഇതിനെ തൊട്ടു നോക്കാൻ പറ്റാത്ത രൂപത്തിൽ ഇത്രയും കാലം ജീവിച്ചു. എന്നാൽ ചിലര് ജൂത ക്രിസ്ത്യാനികളുടെ ഭാഗത്തു നിന്ന് ഇതൊന്നും തൊട്ടു നോക്കിയാൽ കുഴപ്പമില്ലാന്ന് കരുതിയിട്ട് ഇടക്ക് വിശുദ്ധ ഖുർആനിനെ വെല്ലാൻ വേണ്ടിയിട്ട് ഖുർആനിന്റെ സൂറത്തുകളോട് ആയത്തുകളോട് സമാനമായ ചില വാചകങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. അവരെ ശക്തമായി ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് വെല്ലുവിളിച്ചു. അത് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ ഉൾക്കൊള്ളുന്നില്ല. ഖുർആനിന്റെ ഭാഷാ സൗന്ദര്യം അതിനില്ല. ഭാഷാപരമായി ആ ഉണ്ടാക്കിയ പദങ്ങൾക്ക് ഇന്ന പോരായ്മകളുണ്ട്, ഇന്ന കുറവുകളുണ്ട് എന്ന് ഞാൻ സമർപ്പിക്കാൻ തയ്യാറാണ്. എവിടേക്ക് വേണമെങ്കിലും വരാം, നിങ്ങൾക്ക് എവിടേക്ക് വേണമെങ്കിലും വരാം. അതിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. പറഞ്ഞിട്ടുണ്ട്. കാരണം ഖുർആനിനെ കുറിച്ച് ആഴത്തിൽ പഠിച്ചവർക്ക് അത് പറയാൻ കഴിയും. എന്തുകൊണ്ട്? ബഹുമാനപ്പെട്ട സഹാബാ കിറാം റളിയല്ലാഹു അൻഹും അവർ പറയുന്നു, മുഹമ്മദ് റസൂലുള്ളാഹി ആയിരക്കണക്കിന് ഹദീസുകൾ ഇങ്ങനെ പറയുന്നതിന്റെ ഇടയിൽ ഖുർആനിക വചനങ്ങൾ കൊണ്ട് കയറി വരുമ്പോൾ നിങ്ങൾ വേറെ തിരിച്ചറിഞ്ഞിരുന്നു. ഉണ്ടാ, അവിടെയാണ് അതിന്റെ സൗന്ദര്യം മനസ്സിലാക്കേണ്ടത്. ഒന്ന് കലാമുല്ലാഹിയാണ്. കലാമുല്ലാഹിയും കലാമുർ റസൂലും രണ്ടായിട്ട് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഇത് ഖുർആനാണ് പറയും കൂടെ വേണ്ട. ഖുർആനിന്റെ വചനങ്ങൾ കൊണ്ട് ഓതിക്കഴിഞ്ഞാൽ അത് ഖുർആനാണ്. അത് ഇന്നും കഴിയും. ഖുർആനിലൊരു ആയത്ത് ഇങ്ങനെ ഓതിയാൽ അത് ഖുർആനിലുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മളെപ്പോലത്തെ ആളുകൾക്ക് കഴിഞ്ഞില്ലെങ്കിലും ഈ ഇരിക്കുന്ന ഹാഫിദീങ്ങൾക്ക് അതിന് കഴിയും. ഉറപ്പാണ്. ഖുർആനെ കുറിച്ച് പരിചയമുള്ള ഒരാൾക്കാണ് അത് എന്തായാലും സാധിക്കും. അത് ഇനി ഇന്ന കുഴപ്പങ്ങള് ഇന്ന വചനങ്ങൾക്കുണ്ട്, അത് ഖുർആനിക വചനങ്ങളുടെ ഒഴുക്കുമായിട്ട് ഇന്ന പൊരുത്തക്കേടുകളൊക്കെ അതിനുണ്ട് എന്ന് പറയാൻ സാധിക്കും. അത് പ്രഥമ കേട്ടാൽ തന്നെ മനസ്സിലാവും. ഖുർആൻ ധാരാളമായിട്ട് ഓതിയാം. ഹാഫിളാകുമ്പോൾ അദ്ദേഹത്തിന് ഹിഫ്ളുണ്ടാകുമെന്ന ഒരു കാര്യം നമ്മൾ പറഞ്ഞേക്കാം. അതൊന്നും വേണ്ട. സാധാരണ ഖുർആൻ ഓതുന്ന ഒരു സാധാ മനുഷ്യൻ അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നത് ഖുർആൻ ആണോ അല്ലേ? കാരണം അത് അതിന്റെ ആ ഒഴുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അവിടെയാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചിന്തിക്കേണ്ടത്.
വിശുദ്ധ ഖുർആനിന്റെ വാക്കുകൾ ഞങ്ങൾ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ വാക്കിൽ നിന്ന് വേറിട്ട് മനസ്സിലാക്കിയിരുന്നു എന്ന് പറയുമ്പോൾ ആ ഖുർആനിന്റെ ഭാഷയെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് എന്റെ ചർച്ച അങ്ങോട്ട് കടന്നു വരുന്നു. ഞാൻ പറയുന്നത് ലോകാവസാനം വരെ വരാൻ പോകുന്ന സർവ്വരോടും വെല്ലുവിളിക്കുന്നു. ആദ്യമായി സൂറത്ത് തൂറിലൂടെ അല്ലാഹു വെല്ലുവിളിച്ചു, ഇമ്മട്ടിലൊരു വിവരം, ഇമ്മട്ടിലൊരു വർത്തമാനം കൊണ്ടുവരാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമെങ്കിൽ കഴിയും, പിന്നെ പറയാൻ ബഡായി. ഇത് മുഹമ്മദിന്റെ സ്വന്തം വകയാണെന്ന് ബഡായി പിന്നെ പറയാം. ഇത് ആദ്യം ഒന്ന് കൊണ്ടുവന്ന് കാണിക്കുന്നു. അതോടൊപ്പം തന്നെ മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പ് 3 വട്ടം മക്കയിൽ വെച്ച് തന്നെ, എന്ന് പറഞ്ഞാൽ ഹിജ്റക്ക് മുമ്പ്, മക്കയിൽ വെച്ച് തന്നെ ആവണമെന്നില്ല, ഹിജ്റക്ക് മുമ്പ് 3 വട്ടം ഈ വെല്ലുവിളി ആവർത്തിച്ചിട്ടുണ്ടാകും. സൂറത്ത് യൂനുസിൽ കാണാൻ കഴിയും 38-ാം വചനം, സൂറത്ത് ഹൂദിന്റെ 13-ാം വചനം, സൂറത്തുൽ ഇസ്രാഇന്റെ 88-ാം വചനം, അവസാനമായി സൂറത്തുൽ ബഖറയുടെ 23-ാം വചനം. ഇതിലൊക്കെ അത് മദീനത്ത് എത്തിയതിന്റെ ശേഷം പിന്നെയും അവസാനമായ വെല്ലുവിളി ഒന്നും കൂടെ കൊഴുപ്പിച്ചു നടത്തി. അതാ ഞാൻ പറയുന്നത്, ഈ വെല്ലുവിളി ഒരു ഒഴുക്കം മട്ടിനുള്ള വെല്ലുവിളിയല്ല. ശത്രുവിനെ അടക്കിയിരുത്താൻ വേണ്ടിയുള്ള ഒരു വെല്ലുവിളി, കാടടച്ചൊരു വെല്ലുവിളി. അത് നേരിടാൻ തയ്യാറായാൽ ഓടിപ്പോകും. അവിടെയാണ് വെല്ലുവിളിക്ക് തയ്യാറാകുന്നവര് പലപ്പോഴും പുത്തൻവാദികളൊക്കെ നമ്മൾ കാണുന്നതാണ്. വ്യതിയാന ചിന്താഗതിക്കാര് വെല്ലുവിളിക്ക് തയ്യാറാകും, പക്ഷേ എങ്ങനെയെങ്കിലും ഒന്ന് അലസിപ്പിരിഞ്ഞ് കിട്ടിയാൽ മതി എന്ന് കരുതിയിട്ട് വ്യവസ്ഥ എഴുതുമ്പോൾ അവിടെ തെറ്റിപ്പിരിഞ്ഞു പോകും. കാരണം വെല്ലുവിളി വെല്ലുവിളിക്കാൻ ധൈര്യം ഉണ്ടാകും, ഏറ്റെടുക്കാൻ ഒരു ആവേശത്തിൽ അങ്ങ് ഏറ്റെടുത്തേക്കാം. അത് പ്രാവർത്തികമാക്കേണ്ടി വന്നാൽ പ്രാവർത്തികമാക്കാൻ കുറച്ച് പ്രയാസമുണ്ടാകും. അതുകൊണ്ട് എപ്പോഴോ ഒന്ന് പേടിപ്പിച്ചു നിർത്താൻ വേണ്ടിയുള്ള ഒരു വെല്ലുവിളിയല്ല, ഏത് കാലത്തും ആർക്കും ഏറ്റെടുക്കാവുന്നതാണ്. ധൈര്യമുണ്ടെങ്കിൽ മുന്നോട്ട് വാ എന്ന നിലക്കാണ് വിശുദ്ധ ഖുർആൻ വെല്ലുവിളിക്കുന്നത്. നോക്ക്, നിങ്ങൾ ഇത് പറയുമ്പോ ചിലരൊക്കെ പറയാറുണ്ട്, ഞാൻ അതിലേക്ക് കടന്നു വരാത്തത് ആ ഓരോ ആയത്തുകളും. ഖുർആൻ പറഞ്ഞു, ഒരു സ്ഥലത്ത് ഖുർആൻ, ഈ ഖുർആനിന് തത്തുല്യമായ ഒരു ഖുർആൻ കൊണ്ടുവരാൻ കഴിയോ? പിന്നെ ഖുർആൻ വെല്ലുവിളിച്ചു, ഈ ഖുർആനിൽ നിന്ന് ഈ ഖുർആൻ പോലോത്ത ഒരു 10 സൂറയെങ്കിലും കൊണ്ടുവരാൻ കഴിയോ? പിന്നീട് ഖുർആൻ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിച്ചു, ഈ ഖുർആൻ പോലത്തെ ഒരൊറ്റ സൂറയെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയോ? സൂറത്തുൽ കൗസർ, ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായമാണ്. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഇതിനു സമാനമായ ഒരു സൂറയെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയോ? ഒരു വരിയിൽ ഒതുങ്ങുന്ന ഒരു സൂറ, 3 ആയത്തുകൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ? ഇത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിച്ചു. ഇന്നുവരെ ആ വെല്ലുവിളിയെ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ചില ആളുകൾ ഇതിന് മുടന്ത ന്യായങ്ങൾ പറയാറുണ്ട്. ഈയിടെയായി ഇസ്ലാമിന്റെ വിരോധികൾ ഇതിന് മുടന്ത ന്യായങ്ങൾ പറയാറുണ്ട്. എന്താണ് അവർ പറയാറുള്ളത് എന്നറിയുന്നത്? അത് മുഹമ്മദിന്റെ രചന മാത്രമല്ല, ഒരാളുടെ രചനയും വേറൊരാൾക്ക് അതുപോലെ രചിക്കാൻ കഴിയൂല, അതിനെ വെല്ലുവിളിക്കാൻ കഴിയൂല. കാരണം അവരതിന് കാരണം പറഞ്ഞ് ഷേക്സ്പിയർ, അദ്ദേഹത്തിന്റെ രചന അത് വേറിട്ട് നിൽക്കും. അതേ രൂപത്തിൽ തന്നെ ഓരോ സാഹിത്യകാരന്മാരും ചിന്തകന്മാരും ഒക്കെ എഴുതിയ പുസ്തകങ്ങള് അതിനൊരു വേറിട്ട സ്വഭാവം ഉണ്ടാവും. എനിക്ക് എന്റേതായ ഒരു സ്വതസിദ്ധമായ ശൈലി ഉണ്ടാകും. അങ്ങനെ ഓരോരുത്തർക്കുമുണ്ട്. അല്ലാമ ഇഖ്ബാലിന് അദ്ദേഹത്തിന്റേതായ ഒരു സ്വതസിദ്ധമായ ശൈലി ഉണ്ടാകും. അതേ രൂപത്തിൽ മറ്റൊരാൾക്ക് രചന നടത്താൻ കഴിയില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ ഇസ്ലാമിന്റെ വിരോധികൾ, കാരണം ഇതിനെ നേരിടാൻ കഴിയില്ല എന്ന് കണ്ടപ്പോ പിന്നെ ഇത്തരത്തിലുള്ള തിട്ടൂരെ കൊണ്ട് പിടിച്ചു നിൽക്കാമെന്നായി ഇവർ കരുതി. നടക്കൂല. കാരണം ഖുർആൻ പറഞ്ഞത് എത്രത്തോളം ഭാഷ പോലും അറബിയാവണമെന്നില്ല. ആ വെല്ലുവിളി അറബി ഭാഷയിൽ പോലും കൊണ്ടുവന്നോളണമെന്നില്ല. ഖുർആൻ ഉൾക്കൊള്ളുന്ന അർത്ഥഗാംഭീര്യവും ഖുർആൻ ഉൾക്കൊള്ളുന്ന ആശയഗാംഭീര്യവും ഖുർആൻ ഉൾക്കൊള്ളുന്ന ആ വചനധാരുതയും അത് അറബി ഭാഷയിൽ പോലും ആവട്ടെ, മറ്റൊരു ഭാഷയിലാവട്ടെ. പക്ഷെ ആ ഭാഷയ്ക്ക് ഈ ഒഴുക്ക് കിട്ടണം, ഖുർആനിലുള്ള ഒഴുക്ക് കിട്ടണം. മറ്റൊരു ഭാഷയിൽ അത്രയും ഒഴുക്കോടുകൂടെ അവതരിപ്പിക്കാൻ കഴിയുമോ? ഖുർആൻ ഉൾക്കൊള്ളുന്ന മഹത്വങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥം മുന്നോട്ട് കൊടുക്കാനാണ്. അത് ഇംഗ്ലീഷിലാവാം, ഫാരിസിയിലാവാം,
ഉറുദുവിലാവാം, ഹിന്ദിയിലാവാം, മലയാളത്തിലാവാം, തെലുങ്കാവാം, ആർക്കും ഒരു വിരോധവുമില്ല. അതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്. അല്ലാതെ ഒരാളുടെ തൂലിക അത് അനുകരിച്ചാൽ എന്തായാലും അതിങ്ങനെ മുഴച്ചു നിൽക്കും. ഓരോരുത്തർക്കും ഓരോ ശൈലി ഉണ്ടാവും. കോഴിക്കോട്ടുകാരാണ് പലപ്പോഴും ബഷീറിന്റെ സാഹിത്യങ്ങൾ ധാരാളം വായിച്ചവർ കൂട്ടത്തിലുണ്ടാവും. അതിപ്പോ നമുക്ക് വേറിട്ട് കണ്ട് കാണാൻ കഴിയും. ഒരു പുസ്തകത്തിന്റെ ബഷീറിന്റെ പുസ്തകം എടുത്തിട്ട് അതിന്റെ ചട്ടയൊക്കെ പറിച്ചിട്ടു, അതിലൊരു വാക്കുകൾ, ഒരു പേജ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് അതിൽ നിന്ന് എഴുതിയിട്ട് അത് ആരുടേതാണ് ഇല്ല, ഇതൊന്ന് വായിച്ചിട്ട് ഇത് ആരുടേതാന്ന് പറയാൻ പറഞ്ഞാൽ ബഷീറിൻ്റെതാണെങ്കിൽ എന്തായാലും തിരിച്ചറിയുന്നുള്ള കാര്യം ഉറപ്പാണ്. അത് വായിച്ച് പരിചയമുള്ളവർക്ക് തിരിച്ചറിയും. എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും അവരുടേതായ ഒരു ശൈലിയുണ്ട്. ഇത് സാധാരണ ഇസ്ലാമിക വിരോധികൾ പറയുന്നതാണ്. അതിനാണ് നമ്മൾ മറുപടി പറയുന്നത്, ഒരിക്കലും അങ്ങനെ വേണമെന്നില്ല. ഖുർആനിന്റെ ശൈലിയിൽ ഒരു ഗ്രന്ഥം നിങ്ങൾ കൊണ്ടുവരണമെന്ന് ഒരിക്കലും അപേക്ഷിച്ചിട്ടില്ല. ഇവരോട് ഖുർആൻ വെല്ലുവിളിച്ചത് ഖുർആൻ ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ അതേ രൂപത്തിൽ തന്നെ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന അതേ ഗാംഭീര്യം, ഖുർആനിന്റെ ഭാഷയുടെ ഒഴുക്ക്, ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ സാധിക്കുമോ? ഖുർആൻ അമാനുഷികമാകുന്നത് ഏതെല്ലാം കാരണങ്ങളാലാണോ ആ കാരണങ്ങൾ മുഴുവനും ആ ഗ്രന്ഥവും നിലനിർത്തണം. അതാണ് നമുക്ക് ആവശ്യം. അങ്ങനെ കൊണ്ടുവരാൻ ലോകത്തൊരു കുട്ടിക്കും സാധ്യമല്ല. അവിടെ ഭാഷ പോലും അറബിയാവണമെന്നില്ല. ഏതെല്ലാം കാരണങ്ങളാലാണ് ഖുർആൻ അമാനുഷികമാകുന്നത്, അത് കിട്ടുമ്പോഴേ അത് സാധിക്കോ ഇല്ലേ എന്നത് മനസ്സിലാക്കാൻ കഴിയൂ. ഒന്നാമതായി ഭാഷയുടെ ചാരുത തന്നെ. ഖുർആനിന് എത്ര പഴക്കമുണ്ട് സുഹൃത്തുക്കളെ? 14 നൂറ്റാണ്ടിന്റെ പഴക്കമില്ലേ ഖുർആനിന്? എന്നാൽ ഇന്നും അറബി പ്രബന്ധങ്ങളിൽ, അറബി പ്രഭാഷണങ്ങളിൽ, അറബി പ്രാർത്ഥനകളിൽ, അറബി നോവലുകളിൽ, അവിടെയൊക്കെ ഈ ഖുർആനിന്റെ ആ സുന്ദരമായ ഭാഷാപ്രയോഗങ്ങൾ ഇന്നും ഒരു വാക്കുപോലും സാഹിത്യത്തിൽ വർദ്ധിക്കപ്പെട്ടിട്ടില്ല. 14 നൂറ്റാണ്ട് പഴക്കമുള്ള ഏതെങ്കിലും ഒരു ഭാഷയിലുള്ള ഒരു ഗ്രന്ഥമെടുക്കൂ, എന്നിട്ട് ചോദിക്കട്ടെ ഇന്ന് അതിന് മാർക്കറ്റുണ്ടോ? അതിലെ പദങ്ങൾക്ക് ഇല്ല. നിങ്ങളൊരു 10 കൊല്ലം മുമ്പുള്ള ഒരു മാതൃഭൂമി എടുത്തിട്ട് ഇന്നത്തെ മാതൃഭൂമി എടുത്തിട്ട് ഇങ്ങനെ വായിച്ചു നോക്കും. ഇതൊരിക്കലും മാതൃഭൂമി അല്ലാന്നേ നമ്മൾ പറയുന്നു. കാരണം ഇന്നത്തെ ഭാഷയുടെ ഒഴുക്കുന്നത് വേറെയാണ്. ഇന്നത്തെ മലയാള മനോരമയില് ഇന്നത്തെ മലയാളം ഒരു വല്ലാത്ത ഒഴുക്കാണ് ഇന്നത്തെ മലയാളത്തിനുള്ളത്. ഈ മലയാളം പഠിച്ച ഒരാള്, ഞാനിത് പറയാൻ കാരണം പഴയ കാലത്ത് കഴിഞ്ഞുപോയ സമ്മേളനങ്ങളുടെയൊക്കെ സോവനീറുകൾ വായിക്കുമ്പോൾ നമുക്ക് തന്നെ തിരി വരും. അന്നത്തെ മലയാളമൊക്കെ ഇങ്ങനെ വായിക്കുന്നു. അന്നത്തെ ടോപ്പ് മലയാളമാണ്, ഒരു കുഴപ്പമില്ല. അന്നത്തെ വിദ്യാസമ്പന്നരായ ഡോക്ടർമാരൊക്കെ എഴുതിയ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു. ഇന്ന് ആ മലയാളത്തിനൊന്നും തീരെ മാർക്കറ്റില്ല. അവിടെയാ ചിന്തിക്കേണ്ടത്. 14 നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഈ ഭാഷയ്ക്കൊരു പഴമ കുടുങ്ങിയിട്ടില്ല. അറബി ഭാഷയില്, അറബി സാഹിത്യത്തില് ഭാഷയുടെ സൗന്ദര്യം അളക്കുന്ന അളവ് പോലെ ഇന്നും 14 നൂറ്റാണ്ട് പഴക്കമുള്ള വിശുദ്ധ ഖുർആനാണ്. ഭാഷയ്ക്ക് സൗന്ദര്യമുണ്ടോ നോക്കാൻ ഖുർആനിന്റെ ആ ഭാഷയാണോ നാം നോക്കുക. എന്തുകൊണ്ട് ഈ കാലത്തിന്റെ പുത്തൊഴുക്കിൽ എന്തുകൊണ്ട് ഈ ഭാഷ ഇവിടെ മരിച്ചില്ല? അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹുവിന്റെ കലാമാകുമ്പോ അനാദിയും അനന്തതയും ഉൾക്കൊള്ളുന്ന എല്ലാ ലോകത്തെയും പിടിച്ചു നിർത്തുന്നതായിരിക്കും അള്ളാഹുവിന്റെ സംസാരം, അള്ളാഹുവിന്റെ കലാം അല്ലേ? അള്ളാഹുവിന് അന്ത്യമില്ല, അവസാനവുമില്ല. അതുകൊണ്ട് തന്നെ ആ ഭാഷയ്ക്ക് തുടക്കവുമില്ല, ഒടുക്കവുമില്ല. എന്നും അതിന് നിത്യ പുതുമയാണ്. ആ ഭാഷ ഒരിക്കലും തകർന്നു പോകാനുള്ളതല്ല. കാരണം അത് അല്ലാഹുവിന്റെ ഭാഷയാണ്. അവിടെയാണ് അതിന്റെ പുതുമ. നോക്ക് നിങ്ങൾ, ഞാൻ പറയുന്നത് വെറുതെ പറയുകയല്ല. മലയാളം എടുത്താലും ഇംഗ്ലീഷ് എടുത്താലും ഏത് ഭാഷ എടുത്താലും ഒരു 10 കൊല്ലത്തെ മുമ്പത്തെ ഒരു പുസ്തകവും ഇന്നത്തെ പുസ്തകവും വായിക്കുമ്പോൾ ഒരുപാട് അക്ഷരമുണ്ട് ഭാഷാപ്രയോഗങ്ങൾ. ഇല്ല, ഖുർആനിൽ ഒരു പദം പോലും വർദ്ധിക്കപ്പെട്ടിട്ടില്ല, ഭാഷയിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. ഇത് പഴന്തരാണെന്ന് പറഞ്ഞ് ഒരൊറ്റ ഒന്നുപോലും ഒഴിവാക്കിയത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. നോക്ക് നിങ്ങൾ, ഇവിടെയാ പരാജയപ്പെട്ടത്. അറബികളായ സാഹിത്യപടുക്കൾ പരാജയപ്പെടുന്നത് ഇവിടെയാ. ഇതിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ആ ഖുർആനിലെ ഭാഷാപ്രയോഗങ്ങൾ ഇന്നും ഉപയോഗത്തിലുണ്ട്. ഇതാണ് ഒരു കാരണം. കഴിഞ്ഞില്ല. ഇനി ഞാൻ ചോദിക്കട്ടെ,
ഒരു മനുഷ്യവർഗത്തിന്റെ സംസ്കാരത്തെ അടിമുടി മാറ്റുന്നതിന് ഇത്രമാത്രം സ്വാധീനം ചെലുത്തിയ ഒരു ഗ്രന്ഥം ലോകത്ത് പറയാൻ കഴിയോ? ഉണ്ടെങ്കിൽ അത് വിശുദ്ധ ഖുർആൻ മാത്രമാണ്. നേരത്തെ നിങ്ങൾ കേട്ടില്ലേ, ഉദ്ഘാടന ഭാഷണത്തിൽ നേരത്തെ നിങ്ങൾ അധ്യക്ഷ പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടുകഴിഞ്ഞു. എന്റെ വളരെ മോശമായി നീങ്ങിയിരുന്ന സംസ്കാര ശൂന്യത അടിമുടി ബാധിച്ചിരുന്ന ഒരു കൗം അവരെ പാടയിട്ട് അടിമുടി മാറ്റി. അല്ലേ, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ പഴയകാല ചരിത്രം വായിക്കുന്ന ഒരാൾക്ക് പുതിയ ഉമറിനെ കാണാൻ കഴിയുന്നത് ഖുർആൻ വന്നതിന് ശേഷമാണ്. എന്തേ കാരണം? കട്ടൻ ചായ കുടിക്കുന്നത് പോലെ വ്യഭിചരിക്കുന്ന ഒരു സംസ്കാരമുള്ള സമൂഹം, ആ സമൂഹം വ്യഭിചാരത്തിലും മദ്യത്തിലും സൂതാട്ടത്തിലും സമയം കൊണ്ടു കളഞ്ഞപ്പോൾ ആയുസ് കൊണ്ടു തീർത്തപ്പോൾ അതാ അവരുടെ മുമ്പിലേക്ക് ഖുർആൻ ഇറങ്ങി വരുന്നു. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗയി യഅദുകും ലഅല്ലകും തദക്കറൂൻ. 3 കൽപ്പനയും 3 വിരോധനയുമായി മുസ്ലിമീങ്ങളിലേക്ക് ഖുർആൻ കടന്നു വരുന്നു. മനുഷ്യരാശിയിലേക്ക് കടന്നു വരുമ്പോ അടിമുടി മാറുന്നു ആ സമൂഹം. 3 നിയമങ്ങളും 3 വിലക്കുകളും പാലിക്കുന്നതോടുകൂടെ ലഅല്ലകും തദക്കറൂൻ, ഉത്ബുദ്ധരാവാൻ വേണ്ടിയാണ് ഖുർആൻ നിങ്ങളെ ഉപദേശിക്കുന്നത് എന്ന് പറഞ്ഞത് സാക്ഷാത്കരിക്കപ്പെടുകയായിരുന്നു. അവർ പൂർണ്ണമായും ഉത്ബുദ്ധത അവർ നേടിക്കഴിയുകയായിരുന്നു. ആ ഉമ്മത്ത് എങ്ങോട്ടെത്തിയെന്നറിയോ നിങ്ങൾ? പിൽക്കാലത്ത് ജീവിക്കുന്ന നമുക്ക് പ്രമാണം സഹാബത്താണ്. സഹാബത്തിന് പ്രമാണം ആ ഖുർആൻ ആദ്യം നെഞ്ചേറ്റെടുത്ത മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. ഖുർആൻ സംസ്കരിച്ച മുഹമ്മദ് മുസ്തഫ സഹാബത്തിന് പ്രമാണമാകുമ്പോ സഹാബത്ത് നമുക്ക് പ്രമാണമാണ്. ലിതകൂനു ശുഹദാ അലന്നാസി വയകൂന റസൂലു അലൈക്കും ഷഹീദാ. സഹാബത്തിനോട് അല്ലാഹു പറയുന്ന, നിങ്ങൾ മനുഷ്യർക്ക് പ്രമാണമാവണം, നിങ്ങൾ മറ്റു ജനങ്ങൾക്ക് പ്രമാണമാവട്ടെ, മുഹമ്മദ് റസൂലുള്ളാഹി നിങ്ങൾക്കും പ്രമാണമാവട്ടെ. ഈ ഒരു രൂപത്തിലേക്ക് അവരുടെ സംസ്കാരത്തെ അടിമുടി മാറ്റിയെഴുതാൻ വിശുദ്ധ ഖുർആനിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതാ എത്രയോ വലിയ മദ്യങ്ങൾ ഒഴുക്കിക്കളയാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, കണക്കിന് മദ്യങ്ങൾ അതാ ഓവുചാലിലേക്ക് ഒഴുക്കിക്കളയാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഖുർആൻ അവരിൽ വരുത്തിയ മാറ്റമാണ്. എന്നല്ല, ശേഷിക്കുന്ന പലിശകൾ മുഴുവനും ഞാനിവിടെ കുടിച്ചു മൂടുന്നു എന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി പ്രഖ്യാപിക്കുകയാണ് ഹജ്ജത്തുൽ വദാഇൽ. അതാ മക്കം ഫതഹിന്റെ അന്ന്, മക്കം ഫതഹ് കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയം വൃത്തിയാക്കി മുഖ്യ പ്രഭാഷണം നടത്തുമ്പോൾ നബിതങ്ങൾ പറയുന്നു, ഇന്ന് നമ്മളിതാ മുൻകാലത്ത് ജാഹിലിയ്യ കാലത്തുള്ള പലിശ സമ്പ്രദായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. وإن أول ما يضعه من الربا ربا العباس محمد رسول الله. മക്കം ഫതഹിന്റെ അന്ന് മുഹമ്മദ് റസൂലുള്ളാഹി വിളിച്ചു പറയാണ്, ഞാനിവിടെ എഴുതിത്തള്ളുന്ന പലിശ, ആ പലിശക്കടം ആരാന്റെതല്ല, ഞാൻ ആദ്യമായി ഇളവ് ചെയ്യുന്ന പലിശക്കടം എന്റെ ഇളാപ്പ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പലിശയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് കിട്ടാനുള്ള പലിശ ഒരൊറ്റ കുട്ടിയും കൊടുക്കണ്ട. ഇത് ഞാൻ ഈ ജനങ്ങളെ സാക്ഷ്യപ്പെടുത്തിയിട്ട് പറയുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി പ്രഖ്യാപിക്കുന്നത്. കണ്ടോ നിങ്ങൾ? അത് പറയുമ്പോ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ഒരു വിഷമവുമില്ല. അത് ഏറ്റെടുക്കാൻ കഴിഞ്ഞതെന്താ? യംഹഖുല്ലാഹു റിബാ, ഖുർആൻ അങ്ങ് പ്രഖ്യാപിച്ചു, റിബ പലിശ അത് നിങ്ങൾക്ക് നഷ്ടം വരുന്ന ഏർപ്പാടാണ്, അത് നിങ്ങളെ തകർത്തുകളയുമെന്ന് ഖുർആൻ പറഞ്ഞപ്പോ അവര് കോടിക്കണക്കിന് രൂപ ഒഴിവാക്കി കൊടുക്കാൻ അവർ തയ്യാറാവുകയാണ്. ഇതാ പറഞ്ഞത്, സംസ്കാരത്തില് മനുഷ്യ സമൂഹത്തെ അടിമുടി മാറ്റുന്നതിൽ ഇത്രത്തോളം സ്വാധീനം ചെലുത്തിയ ഒരു ഗ്രന്ഥം ഖുർആനിനെ പോലെ മറ്റൊന്ന് കാണാൻ കഴിയില്ല. ആരുടെയെങ്കിലും ഒരു ഗ്രന്ഥം കൊണ്ട് ഇത്ര വലിയ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് പറയട്ടെ, അപ്പോഴേ എന്നത് ആ വെല്ലുവിളി ഏറ്റെടുത്തു എന്ന് നമുക്ക് പറയാൻ പറ്റൂ. ഇനി നോക്കണം നിങ്ങള്, ഈ ഖുർആനില് ഏതു വിഷയത്തെ കുറിച്ചാ ചർച്ച വരാത്തത്? എല്ലാ വിഷയങ്ങളും ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. കാലമില്ലാത്ത
കാലമില്ലാത്തയിടം മുതൽ ഇനി കാലങ്ങൾ അവസാനിച്ചിട്ട് ഒരു അനന്തത വരുന്നുണ്ട്. ആ അനന്തതയെ കുറിച്ചും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആനിൽ സംസാരിക്കുന്നുണ്ട്. പരലോക ജീവിതം, അവസാനിക്കാത്ത പരലോക ജീവിതത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നുണ്ട്. ഇനി ഖുർആൻ അമാനുഷികമാണെന്ന് തെളിയിക്കുന്ന മറ്റൊരു കാര്യം, ഞാൻ ആകെ 5 കാര്യങ്ങളെ ഇവിടെ പറയുന്നുള്ളൂ. അത് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഉപകാരപ്പെടുന്ന കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ഇനി 4ാമതായി പറയാനുള്ളത്, ഹദീസിന്റെ ഭാഷയും ഖുർആനിന്റെ ഭാഷയും അജഗജാന്തരമുണ്ട്. രണ്ടും ആടുവാനയും തമ്മിലുള്ള വ്യത്യാസമുണ്ടല്ലോ, അത് ഉറപ്പാണ്. അതുകൊണ്ടാണ് സഹാബത്ത് ഞങ്ങളത് തിരിച്ചറിഞ്ഞിരുന്നു എന്ന് പറഞ്ഞത്. ഈ ഹദീസ് പറയുന്നത് ആരാ? മുഹമ്മദ് റസൂലുള്ളാഹി. ഖുർആൻ നമ്മിലേക്ക് എത്തിച്ചു വരുന്നതും മുഹമ്മദ് റസൂലുള്ളാഹി. ഒരേ മനുഷ്യൻ 2 ശൈലിയിൽ സംസാരിക്കുക, അതും 23 കൊല്ലക്കാലം ആ 2 ശൈലി പിടിച്ചു നിർത്തി സംസാരിക്കുക, ഒരിടത്ത് പോലും പാളിപ്പോകാതിരിക്കുക. പിന്നെ വീണ്ടും വീണ്ടും ആ ഖുർആനിക വചനങ്ങൾ ഇങ്ങനെ പറയുന്ന സമയത്ത് ഖുർആനിന്റെ വചനങ്ങൾ വേറിട്ട് തന്നെ സംസാരിക്കുക. മറ്റേ വചനങ്ങൾ പറയുമ്പോൾ, ഹദീസ് വചനങ്ങൾ പറയുമ്പോൾ, തിരുവചനങ്ങൾ പറയുമ്പോൾ അതിന് മറ്റൊരു ചുവയും, അതിന് വേറൊരു ടേസ്റ്റാണ്. കാരണം എന്താ? ഹദീസുകൾ ആശയം അല്ലാഹു കൊടുക്കുന്നതാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, റസൂലുള്ളാഹി സ്വന്തം പറഞ്ഞു പറഞ്ഞാൽ സ്വന്തം മുത്തുനബി ഒന്നും പറയില്ല. മാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. വ്യക്തമായ ബോധനം ലഭിക്കാതെ മുഹമ്മദുർ റസൂലുള്ളാഹി ലോകത്ത് ഒരു വാക്കും ഉരിയാടുകയില്ല. ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതാ. അപ്പൊ ഹദീസോ, ഹദീസിന്റെ ആശയം അല്ലാഹു കൊടുക്കുന്നതാണ്, അതിന്റെ ശബ്ദം മുഹമ്മദ് റസൂലുള്ളാഹിയുടേതാണ്. ഖുർആൻ അങ്ങനെയല്ല, ആശയവും ശബ്ദവും അല്ലാഹുവിന്റേതാണ്. അതാണ് ഈ ഭാഷയ്ക്ക് ഇത്രയും അന്തരം വരാൻ കാരണം, രാവും പകലുള്ള അന്തരം. ഹദീസിന്റെ ഭാഷ, ഒരു ഹദീസ് വായിച്ചാലും ഖുർആന്റെ ആയത്ത് വായിച്ചാലും അത് രണ്ടും രണ്ടായിട്ട് വേറിട്ട് കാണും. അത് രണ്ടും രണ്ടായിട്ട് തന്നെ വേറിട്ട് നിൽക്കും. നോക്ക് നിങ്ങൾ, ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ശ്രമിച്ചു മുസൈലിമത്തുൽ കദ്ദാബ്. അവന് കള്ളപ്രവാചകൻ, ഞാൻ മുഹമ്മദാണ്, ഞാൻ പ്രവാചകനാണ്, മുഹമ്മദിന് അല്ലാഹു തആല കൊടുത്തതുപോലെ എനിക്കും ഒരല്പം തന്നിരിക്കുന്നു, ഞാനും മുഹമ്മദും കൂടെ പ്രവാചകത്വത്തിൽ കൂറാണ് എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു, എന്നാലും മുഹമ്മദ് അതുപോലത്തെ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ എന്നോട് പറയുന്നുണ്ട്, കഴിയോ? ഓ, എനിക്കും വഹ്യ് കിട്ടുന്നുണ്ട്, ഞാനും ഖുർആനോടാം, ഖുർആനിന് സമാനമായ വചനങ്ങൾ ഞാനും പറയും എന്നിവൻ സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞു. ഇവന്റെ സ്വന്തം വലങ്കയ്യായ ആളുണ്ടായിരുന്നു. അയാളടക്കം ഈ ഖുർആനിക വചനം ഓതിയപ്പോഴോ ഈ മനുഷ്യനെ മാനം കെടുക്കേണ്ടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ മുസ്ലിമായി. അയാൾ മുസ്ലിമാവാണ്ടായത് കാരണം ആ തരത്തിലായിരുന്നു മുസൈലിമത്ത് അവതരിപ്പിച്ച ഖുർആനിക വചനങ്ങൾക്ക് സമാനമായ വചനങ്ങൾ. എന്തേ? ഖുർആൻ ഇങ്ങനെ പറയാണ്, വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ല വമാ ഖലഖ ദക്കറ വൽ ഉൻസാ ഇന്ന സഅയകും ലതഫാ. ഖുർആൻ ഇങ്ങനെ പറയുന്നു, രാവ് സാക്ഷിയാൻ, പകൽ സാക്ഷിയാൻ, ആണ് സാക്ഷിയാൻ, പെണ്ണ് സാക്ഷിയാൻ. ആണും പെണ്ണും അല്ലാഹു സൃഷ്ടിച്ചു വെച്ചു. ആ അത്ഭുതങ്ങൾ, ഇണതുണ വ്യവസ്ഥയുടെ അത്ഭുതങ്ങൾ പറഞ്ഞിട്ടുള്ള പറഞ്ഞു, ഇന്ന സഅയകും ലതഫാ. നിങ്ങളുടെ ശ്രമങ്ങൾ പലതാണ്, എല്ലാവരും ഒരേ ശ്രമക്കാരല്ല. കുടിക്കുന്നവരുണ്ട്, കുടിക്കാത്തവരുണ്ട്, നിസ്കരിക്കുന്നവരുണ്ട്, നിസ്കരിക്കാത്തവരുണ്ട്, കൊടുക്കുന്ന ശീലക്കാരുണ്ട്, കൊടുക്കാത്ത ശീലക്കാരുണ്ട്, ഉദാരരും പിശുക്കരുമുണ്ട്. ഇങ്ങനെ ഇന്ന സഅയകും ലതഫാ, വിവിധ സ്വഭാവങ്ങളാണ് മനുഷ്യർക്ക് എന്ന് ഖുർആൻ പ്രഖ്യാപിക്കുന്നിടത്ത് ഇതിന് സമാനായിട്ട് ആണ് പെണ്ണ് സൃഷ്ടിച്ചു, ആണ് പെണ്ണിനെ സൃഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോ അതിനോടൊക്കെ ഒപ്പിച്ചിട്ട് ഇവൻ എന്ത് ചെയ്തു? വെറുതെ ഒരു വാക്കിങ്ങനെ തട്ടിവിടാൻ ഇവന് തോന്നി. അപ്പൊ ഇവൻ പറഞ്ഞത്, ഇവൻ അവതരിപ്പിച്ച ഖുർആനായിരുന്നു ഇത്, ഖുർആനിക സമാന വചനം എന്ന് പറഞ്ഞ ഈ വചനം ഇങ്ങോട്ട് കേട്ടപ്പോഴേക്ക് സദസ്സങ്ങോട്ട് പൊട്ടിച്ചിരിച്ചു. കാരണം എന്താ? ഇവൻ അവതരിപ്പിക്കുന്നത് 2 തവളകളുടെ മോളായ തവളയെ ഇവൻ അവതരിപ്പിക്കുന്ന ഖുർആനാണ്. നീ വെള്ളം ഇന്ന് ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തുടർന്നും ആ ശുദ്ധീകരണ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കൂ. വെള്ളത്തെ നീ ഒരിക്കലും മലിനമാക്കരുത്. ആരെങ്കിലും വെള്ളം കുടിക്കാൻ വന്നാൽ നീ അവന് വെള്ളം തടയരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനങ്ങനെ ഒരു പൊട്ടി. ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല. അവസാനത്തെ വാക്ക്
അത് കേട്ടപ്പോഴാണ് ഇയാൾ പൊട്ടിച്ചിരിച്ച് കൂക്ക് വിളിച്ചിട്ട് ഇവന്റെ സ്വന്തം ഇവന്റെ കൂട്ടുകാരൻ ഇവന്റെ വലങ്കയുമായിരുന്ന ആൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. കാരണം എന്താ? ഇതേ രൂപത്തിൽ 2-3 വാക്കുകൾ. പിന്നെ അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ നബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. അതാ കഅബാലയത്തെ അടിമുടി തകർക്കാൻ വേണ്ടി വന്ന ഒരു ഖൗമും അബ്രഹത്തും കൂട്ടരും ആ ധിക്കാരികളുള്ള പാഠം പഠിപ്പിച്ചു ആനക്കലഹ ടീമിനെ. ആ ആനക്കാരെ പാഠം പഠിപ്പിച്ച കഥ പറയുന്നു സൂറത്തുൽ ഫീലിൽ. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. നബിയെ, അങ്ങയുടെ രക്ഷിതാവ് ആനക്കലഹ സംഭവക്കാരെ കൊണ്ട് എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് അങ്ങേക്കറിയില്ല നബിയെ. അള്ളാഹു എന്താണ് ആന ടീമിനെ കൊണ്ട് ചെയ്തതെന്നല്ല, ആനക്കാരെ കൊണ്ട് പടച്ച റബ്ബ് എങ്ങനെ ചെയ്തു എന്ന് നിങ്ങൾ കാണുന്നില്ലേ? അത് രണ്ടും രണ്ടാ. മാ ഫഅല റബ്ബുക എന്നല്ല ചോദിച്ച കൈഫ ഫഅല റബ്ബുക, നിങ്ങളുടെ റബ്ബ് എങ്ങനെയാ ചെയ്തത് എന്ന് പറഞ്ഞാൽ മഞ്ചാടിക്കുരുവിന്റെ അത്ര വലുപ്പമുള്ള കല്ലുകൊണ്ട് ഈ ആനകളെയും ആനപ്പടയെയും അള്ളാഹു തുരത്തി. അതൊരു അത്ഭുതമാണ്. വളരെ ചെറിയ ഉപകരണം കൊണ്ട്, ആയുധം കൊണ്ട് ഈ വലിയ പടയെ അല്ലാഹു തുരത്തിവിട്ട കഥയാണ് അല്ലാഹു തആല പറയുന്നത്. അവരെ പരാജയപ്പെടുത്തിയ കഥ. ഈ ചരിത്രം ഖുറൈശികൾക്കിടയിൽ വളരെ പ്രചാരത്തിലുള്ള ചരിത്രമാണ്. ജൂതന്മാർക്കറിയാം, ക്രിസ്ത്യാനികൾക്കറിയാം, മുശ്രിക്കീങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാമായിരുന്നു. അവരുടെ ഇടയിൽ ഈ സൂറത്ത് ഓതിയപ്പോ അതിന് നല്ല ഗ്രിപ്പാണ് മുഹമ്മദ് റസൂലുള്ളാഹി കിട്ടിയത്. അപ്പോഴാണ് അതിനൊപ്പിച്ച് ഇവന് ആനാന്നൊരു വാക്കതിലുണ്ടായപ്പോ ഇതേ രൂപത്തിൽ തന്നെ ഒരു തമാശ. ഇവൻ പറഞ്ഞു അൽ ഫീലു മൽ ഫീൽ ലഹു ഖുർതൂമുൻ സബീൽ വദനബുൻ ദസീൽ വഉദ്നാൻ കബീറതാൻ വഇന്ന ദാലിക മിൻ ഖൽഖി റബ്ബിനാ ലഖലീൽ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഒരു രാത്രി ഇവൻ ചിന്തിച്ചുണ്ടാക്കിയ വാക്കുകളാണ്. ഇവൻ പറഞ്ഞു അൽ ഫീലു മൽ ഫീൽ, ആന. എന്താണ് ഈ ആന എന്ന് നബിയെ നിങ്ങൾക്കറിയോ? ഇങ്ങനെയാണ് ഇവൻ അവതരിപ്പിക്കുന്നത്. ലഹു ഖുർതൂമുൻ തവീൽ, അതിന് നീളമുള്ള ഒരു തുമ്പിക്കൈയുണ്ട്. എന്താരോടായി പറയുന്നത്? അതുകൊണ്ടാണ് അവർ തിരിച്ചുപോയത്. വദനബുൻ ദസീൽ, വളരെ നീളം കുറഞ്ഞ ഒരു കുറ്റിവാലുമുണ്ട് അതിന്. വലിയ 2 ചിറകുമുണ്ട്, 2 ചെവിയുമുണ്ട്. ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ട് ഇവൻ അവസാനം എല്ലാറ്റിന്റെ അവസാന ഭാഗത്ത് ഖുർആനിൽ നിന്ന് കട്ടെടുത്തിട്ട് ഒരു ചെറിയൊരു പരിപാടി. ഇതൊക്കെ നമ്മുടെ റബ്ബിന്റെ സിമ്പിൾ സൃഷ്ടിപ്പാണ്. റബ്ബിന്റെ സൃഷ്ടിപ്പിൽപ്പെട്ട വളരെ സിമ്പിൾ സംഗതിയാണ് ഇതൊക്കെ. ഇനി ഇതിലേറെ വലുത് എന്തൊക്കെ ഉണ്ട്? അതിനാണ് ചെറിയൊരു ഒഴുക്കിങ്ങനെ തോന്നുക. കാരണം അതേ രൂപത്തിലുള്ള പ്രയോഗം വിശുദ്ധ ഖുർആനിൽ വേറെയും വന്നിട്ടുണ്ട്. അപ്പൊ ഈ കള്ളത്തരം അവിടെ പിടികൂടുകയാണ്. അതും കഴിഞ്ഞ് 3ാമത്തെ വചനം അവൻ സമർപ്പിച്ചപ്പോഴാണ് തൂക്കു വിളിച്ചത്. അത് വല്ലാത്തൊരു വാക്കാണ്. ഇത് കേട്ടാൽ ചിരിക്കാത്തവരാരും ഉണ്ടാകൂല. കാരണം വല്ലാദിയാത്ത് ദബ്ഹ ഫൽമുരിയാത്ത് ഖദ്ഹ ഫൽമുഗീറാത്ത് സുബ്ഹ ഫഅതർന ബിഹി നബ്അ ഫവസത്ന ബിഹി ജംഅ എന്നൊക്കെ പറഞ്ഞ ആ ഒഴുക്കിനനുസരിച്ച് ഇവൻ ഒരു വാക്കുണ്ടാക്കിയതാ. വൽ ആദിനാതി അജ്ന വൽ ഖാബിസാതി ഖുബ്സ വല്ലാഖിമാതി ലുഖമാ ദിഹാനതം വസംന ഇന്ന ഖുറൈശൻ ഖൗമുൻ യഅ്തദൂൻ. ഇത് യഥാർത്ഥത്തിൽ ഏതൊരാൾ ഇതിന്റെ അർത്ഥം വെച്ചാൽ എല്ലാവരും ചിന്തിച്ചു. കാരണം ഇങ്ങനെ പറയാം, വല്ലാജിന മാവ് കുഴക്കുന്ന പെണ്ണുങ്ങളാണ് സാക്ഷി. ഖുർആൻ അങ്ങനെ കുറെ സംഗതികളെ പിടിച്ച് സത്യം ചെയ്തപ്പോ ആ ഖുർആൻ സത്യം ചെയ്യുന്നത് എന്താ? അവിടെയാ ചിന്തിക്കേണ്ടത്. ഖുർആൻ സത്യം ചെയ്തിട്ടുള്ളത് പ്രപഞ്ച രഹസ്യങ്ങളെ പിടിച്ചിട്ടാണ്. ഇപ്പം പറയാണ് മാവ് കുടക്കുന്ന പെണ്ണുങ്ങൾ സാക്ഷിയാണ്, വൽ ഖാബിസാത്തി ഖുബ്സ, റൊട്ടി ചുടുന്ന പെണ്ണുങ്ങൾ സാക്ഷിയാണ്, വൽ ലാഖിമാത്തി ലുഖമ, എന്നിട്ട് അതിനെ ഉരുള കുത്തി വെട്ടിവിഴുങ്ങുന്ന പെണ്ണുങ്ങൾ സാക്ഷിയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇതിങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾ തോന്നുന്നത് എന്താ ഒരു നമ്മുടെ ബഷീരിയ സാഹിത്യത്തിന്റെ ഒരു സ്വയം ഇങ്ങനെ തോന്നും ഇതിന്. ഇത് വായിക്കുന്ന ഒരാൾക്ക് കാരണം അങ്ങനെ കുറഞ്ഞൊരു കാരണം അങ്ങനെയാണല്ലോ ഈ കഥകളൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ തോന്നിപ്പോവും ഫുള്ള് സുഖം ഉണ്ടാവാൻ പാടില്ല, ഇങ്ങനെ തോന്നിപ്പോകുന്നൊരു സംഭവം. സൂറത്തുൽ ശുആറയിൽ ഒരു ആയത്തുണ്ട്, ആ ആയത്ത് ഓതിയപ്പോൾ ഞാൻ വല്ലാതെ ചിന്തിച്ചു പോയൊരു സംഗതിയാണ്. എന്ത് നോവലിസ്റ്റുകളെ എല്ലാവരെയും കുറ്റം പറയല്ല,
ബഷീറിനെ നമ്മൾ പൂർണ്ണമായി ഒരിക്കലും കുറ്റം പറയുന്നുമില്ല. കാരണം അദ്ദേഹത്തോട് നമുക്ക് വിയോജിപ്പുമുണ്ട്, യോജിപ്പുമുണ്ട്. അത് വേറെ സംസാരിക്കേണ്ട വിഷയമാണ്. കുറെ കാര്യങ്ങളോട് യോജിക്കാനാവും, കുറെ കാര്യങ്ങളോട് യോജിക്കാനാവില്ല. അപ്പൊ അതേ രൂപത്തിൽ ഇതിങ്ങനെ കേൾക്കുമ്പോ ഈ ഉരുള കുത്തി വെട്ടിവിഴുങ്ങലും മറ്റുമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ദിഹാനത്തം വസംന, എണ്ണയും നെയ്യും ഒഴിച്ച് എന്ന് പറഞ്ഞ് ഇന്ന ഖുറൈശൻ ഖൗമുയ്യഅ്തദൂ, നിശ്ചയം ഖുറൈശികൾ പരിധി വിട്ടുപോകുന്ന ജനതയാണ്. അതിനുണ്ട് ഖുർആനിൽ നിന്ന് മോഷ്ടിച്ചതിന്റെ ചെറിയൊരു അവസാനം പറഞ്ഞു, ഇന്ന ഖുറൈശൻ ഹും ഖൗമുയ്യഅ്തദൂൻ. ഈ അഅ്തദൂൻ എന്ന ആ ശൈലി അത് ഖുർആനിനോട് ഏറെക്കുറെ കിടപിടിക്കുന്ന ഒരു ശൈലിയാണ്. അത് ഖുർആനിൽ നിന്ന് മോഷ്ടിച്ചെടുക്കുന്നു. ഈ ഒന്നിരിക്കൽ സാഹിത്യ ധോരണം അല്ലെങ്കിൽ ഇത്തരം വാക്കുകൾ ഉണ്ടാക്കിയിട്ട് അവർ മാനം കിട്ടു. ഇത്രയേ ഉണ്ടായിട്ടുള്ളൂ ചരിത്രം. അപ്പോ ഖുർആനിന് സമാനമായൊരു വാക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അവന്റെ സ്വന്തം ആള് പോലും. ഈ മാനക്കേടിനാണോ ഞങ്ങൾ നീ വിളിച്ചു വരുത്തിയത് എന്ന് ചോദിച്ചിട്ട് ഇതിൽ നിന്ന് പിന്മാറുകയായിരുന്നു എന്നതാണ് സത്യം. ഇനി ഇവിടെ അവസാനിക്കുന്നില്ല. ഒരു ശാസ്ത്രജ്ഞൻ അതും കൂടെ പറഞ്ഞു തീർക്കുകയാണ്. പിന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഖുർആൻ നമ്മുടെ മുമ്പിലേക്ക് വെച്ച പരലോകം, അതാണ് ഖുർആൻ അള്ളാന്റെ കലാമാണെന്ന് ഏറ്റവും വലിയ തെളിവ്. അതാണ് നമുക്ക് പറയാനുള്ളത്. അത് പറഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിനൊരു മാറ്റം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് പിരിയാം. ഒരു ശാസ്ത്രജ്ഞൻ അയാള് ഏതെങ്കിലും ഒരു ശാസ്ത്ര ശാഖ എടുത്ത് പഠിച്ച് ആ ശാഖയിൽ അവസാനത്തെ ചോദ്യം അയാൾ കൽബിനോട് ചോദിച്ചു. അതിന്റെ ഉത്തരം കണ്ടെത്താൻ കുറെ അലഞ്ഞ് തിരിഞ്ഞു നടന്നു, കിട്ടി. അയാളെ അനുമോദിക്കണം. അയാൾ വലിയൊരു മുതൽക്കൂട്ടാണ് സമൂഹത്തിൽ, നമ്മൾ അങ്ങനെ തന്നെ പറയുന്നു. പക്ഷേ അയാൾ പഠിച്ച ശാസ്ത്രശാഖയിലെ അവസാനത്തെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയിട്ട് അയാൾ ആ ഹുങ്കിൽ ഞാൻ ഇതിന് ഉത്തരം കണ്ടെത്തി എന്ന ആ ഒരു ധമ്മിൽ വെറുതെ ഖുർആൻ എടുത്തൊന്ന് നോക്കുകയാണെങ്കിൽ അയാൾ കണ്ടെത്തിയ ഉത്തരം 14 നൂറ്റാണ്ട് മുമ്പ് ഖുർആൻ പറഞ്ഞിട്ടുണ്ടാവും. അവിടെയാണ് മൊറീസ് ബുക്കായിക്ക് പിടിച്ചു നിൽക്കാനാവാതിരുന്നത്. മൊറീസ് ബുക്കായി ഓറൊക്കെ പറഞ്ഞു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. കാരണം ഭ്രൂണശാസ്ത്രം പഠിച്ച് ശാസ്ത്രത്തിന്റെ വിവിധ ശാഖകളെ കുറിച്ച് പഠനം നടത്തി അത് ഇലാഹി ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് വേദഗ്രന്ഥങ്ങൾ പരിശോധിച്ച് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ആകർഷിപ്പിച്ചത് ഖുർആനിന്റെ ഭ്രൂണശാസ്ത്ര വിവരണമാണ്.